പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. एक और आशीषित समय परमेश्वर के वचन के साथ हमें मिला, उसके लिए परमेश्वर को हम धन्यवाद देते हैं। പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചല്ലോ, ദൈവത്തിന്റെ തിരുവചനത്താലാണ് നമ്മളെ കാണുന്ന സകലത്തെയും ദൈവം സൃഷ്ടിച്ചത്. प्रार्थना के समय भाई ने बताया कि परमेश्वर ने अपने वचन के द्वारा सब कुछ की सृष्टि की है। സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇരുന്നാൽ ഇന്നും ആ വചനം ചില പ്രവൃത്തികൾ അത് കേൾക്കുന്നവരുടെ മധ്യത്തിൽ ചെയ്യും. भाइयों, अगर परमेश्वर के वचन के सामने एक समर्पण के साथ हम बैठते हैं तो वो आज भी सुनने वालों की जिंदगी में कुछ काम करेगा। കർത്താവിന് പരിഹരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വിഷയവും ഈ പ്രപഞ്ചത്തിലില്ല. इस ब्रह्मांड में ऐसी कोई समस्या नहीं है जिसके बारे में प्रभु कुछ कर ना सके। സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കേ, ഈ കാണുന്നതും കാണാത്തതുമായ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. भाइयों, अपने आसपास देखिए, इस पूरी दुनिया में, ब्रह्मांड में जो हमें दिख रहा है और नहीं दिख रहा है, ऐसी कितनी सारी बातें हो रही है। മനുഷ്യൻ ഇതുവരെ അറിയുവാൻ കഴിയാതിരുന്നിട്ടുള്ള, അല്ലെങ്കിൽ ചരിത്രത്തിൽ ശാസ്ത്രത്തിൽ ഇതുവരെ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത എത്രയെത്രയോ മേഖലകൾ ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞു നിൽപ്പുണ്ട്. इस ब्रह्मांड में ऐसी कितनी ही बातें छिपी हुई है जिनके बारे में इंसान अभी तक जानता नहीं था, या विज्ञान ने जिसकी अभी तक खोज नहीं की है। അതെല്ലാം അതാത് സമയങ്ങളിൽ, അതാത് സാഹചര്യങ്ങളിൽ, അതാത് വഴികളിലൂടെ ദൈവം തന്റെ നിയമപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. और उन सब कामों को, उन सब बातों को प्रभु अपने अपने समय पर, अपने अपने तरीके से, अपने नियमों के आधार पर चला रहा है। ഇതൊക്കെ നാം വിശ്വസിക്കുകയും ഹൃദയത്തിൽ കാണുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഈ ചെറിയ വിഷയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യം എത്രമാത്രം അപ്രസക്തമാണ് എന്നുള്ളതാണ്. ये सारी बातें जब हम देख, सुन और समझ रहे हैं तो हमें ये समझ में आएगा कि ये सवाल कि क्या मेरी समस्या में प्रभु काम कर पाएगा या नहीं, ये कितना एक छोटा सा एक विचार है ये। അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, തിരുവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവിന് അറിയാം ഏത് പ്രവൃത്തിയാണ് നമ്മളിൽ ചെയ്യേണ്ടതെന്ന്. इसलिए भाइयों और बहनों, जब परमेश्वर के वचन के सामने हम बैठते हैं तो प्रार्थना के साथ में बैठे, वो जानता है कि हमारी जिंदगी में क्या करना है और क्या नहीं करना है। ഒരു വ്യക്തി ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തിക്കല്ല അറിയാവുന്നത് എന്തൊക്കെയാണ് ചികിത്സ എന്ന് ആ ഡോക്ടറിന് അറിയാൻ പറ്റും. एक व्यक्ति जब डॉक्टर के पास में जाता है तो उस व्यक्ति को नहीं पता कि किस किस इलाज की जरूरत है, पर डॉक्टर जानता है। പലപ്പോഴും നാം ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കൊരു കുഴപ്പവുമില്ലെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളെ ഉള്ളെന്നാണ് കരുതുന്നത്. പക്ഷേ പലപ്പോഴും വലിയ വലിയ വിഷയങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം റിസൾട്ടിലൂടെ നമ്മൾ കാണുന്നത്. कई बार जब हम अस्पताल में जाते हैं तो हमें लगता है कि कोई दिक्कत नहीं है, हमें कोई छोटी छोटी परेशानियां, कुछ छोटी छोटी दिक्कतें हैं, पर बहुत बार ऐसी बड़ी बड़ी दिक्कतें और समस्याएं हमारी जिंदगी में, शरीर में होती है, जिनका हमें पता नहीं होता। അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതുമായ അനേക വിഷയങ്ങൾ കർത്താവ് നമുക്ക് കാണിച്ചു തരിക മാത്രമല്ല, നമ്മളിൽ പ്രവർത്തിക്കുവാനും ഇന്ന് കർത്താവ് ശക്തനാണ്. और इसलिए जब आज हम परमेश्वर के वचन के सामने बैठे हैं तो वो न केवल हमें उन बातों को दिखा सकता है जो हमें देखी है या हमने नहीं देखी है, बल्कि उन मामलों में वो काम करने के लिए भी सामर्थ्य है। അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ മറ്റൊരു വിഷയം കൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. നമ്മുടെ ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ നമുക്കറിയില്ല. जब हम ये समझ रहे हैं तो हमें इस बात को भी देखना है कि अभी जो चल रहा है हमारी जिंदगी में, हम सिर्फ उतनी ही बातों को जानते हैं। भविष्य में हमारी जिंदगी में जो कुछ होने वाला है उनके बारे में हमें कुछ नहीं पता है। എന്നാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്, നാം അഭിമുഖീകരിക്കുവാൻ പോകുന്നത്, അത് നമുക്ക് ഫേവറബിൾ ആയാലും അൺഫേവറബിൾ ആയാലും അതും നമ്മുടെ കർത്താവിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. और भविष्य में जो कुछ होने वाला है, जिस किसी बात का हमें सामना करना पड़ेगा, वो चाहे अच्छी हो या अच्छी न भी हो, तो भी हमें ये विश्वास है कि वो प्रभु उन बातों को भी जानता है, इसलिए उस पर विश्वास के साथ हम आगे बढ़ सकते हैं। രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൂരദർശനിലൂടോ BBC-യിലൂടോ നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ ആ ടെലിവിഷന്റെ മുമ്പിൽ എത്ര ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. सुबह, दोपहर, शाम को BBC पर या टेलीविजन पर जब हम समाचारों को, खबरों को सुनते हैं तो कितनी उत्सुकता के साथ में हम सुनते हैं।
അത്രയും മണിക്കൂറുകൾ നമുക്കറിയാം എത്ര സമയം നമ്മൾ ടെലിവിഷന്റെ മുമ്പാകെ ഇരിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അത്ര സമയവും നമ്മൾ അതിനു മുമ്പിൽ കേട്ടുകൊണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടോ സഹോദരങ്ങളെ? हमें पता है हम टीवी के सामने या कंप्यूटर के सामने कितने घंटे बैठकर बिताते हैं, पर उतने घंटे जितने हम उनके सामने बिता रहे हैं, क्या उससे हमारी जिंदगी में भाइयों और बहनों कोई बदलाव आता है? അതിലൂടെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ വിഷമത്തിലേക്ക് നയിക്കുന്ന വാർത്തകളല്ലേ കാണുകയും കേൾക്കുകയും ചെയ്യുക. उससे क्या बहुत बार हमें बोझिल करने वाली, परेशान करने वाली, डराने वाली, चिंतित करने वाली खबरें ही क्या हमें सुनने को नहीं मिलती हैं? എന്നാൽ കർത്താവിന്റെ മുമ്പാകെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ, കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, സഹോദരങ്ങളെ, നിരാശയുള്ളവർക്ക് ആശ വരും. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അതിന് ആശ്വാസം ലഭിക്കും. ഒരു വഴിയുമില്ലാതെ വഴികളെല്ലാം അടഞ്ഞുപോയി എന്ന് കരുതി ഇരിക്കുന്നവരുടെ മുമ്പിൽ ദൈവം ചില വഴികൾ തുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. पर जब हम थोड़ा सा समय प्रभु के वचन के सामने बिताते हैं, जो निराश लोग होते हैं उनको एक आशा मिलती है, जिनको लगता है कि हमें हमारे पास में कोई रास्ता नहीं है, उनके लिए नए रास्ते को प्रभु को खोलते हुए हम देखते हैं। और जिनको लगता है कि हमारे पास में कुछ भी नहीं है, जो मुसीबतों में जो हैं उनको दिलासा मिलते हुए हम देखते हैं। ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ്. इन दिनों में हम मत्ती का सुसमाचार 6ठे अध्याय से सीखते आ रहे हैं। 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 6ठे अध्याय में प्रभु ने हमें जो प्रार्थना करना सिखाया उसके बारे में हम सीखते आ रहे थे। 5-ാമത്തെ വാക്യം മുതൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി. और 5वें वचन से पिछले हफ्ते हमने देखा। ഞാൻ അപ്പോൾ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു, ഈ വിഷയങ്ങൾ, ഈ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ ഏതാണ്ട് 20 എപ്പിസോഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് യൂട്യൂബിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. और मैंने उस समय आपको बताया था कि इनसे जुड़ी हुई या प्रार्थना से जुड़ी हुई यूट्यूब पे लगभग 20 एपिसोड हमने किए थे, 20 कड़ियां की थी और वो यूट्यूब पे है। ये बात मैंने आपको बताई थी। ഞാൻ അതിന്റെ ലിങ്ക്, ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ സണ്ണി പാസ്റ്റിന് അയച്ചു കൊടുത്തിരുന്നു. നിങ്ങൾക്കൊക്കെ ലഭിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और उसकी प्लेलिस्ट का लिंक मैंने सन्नी पास्टर को भेज दिया था और मुझे विश्वास है आप सबको भी वो मिल गया होगा। സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ആഴത്തിൽ ഈ വചനം നിങ്ങൾ ആ യൂട്യൂബിലൂടെ പഠിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. भाइयों और बहनों, मेरा अनुरोध है कि आप YouTube में उन वचनों को फिर से बड़ी गहराई से उन्हें सुने और सीखें। ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് 7 പ്രധാന പെറ്റീഷൻ അടങ്ങിയതാണ് ഈ പ്രാർത്ഥന. इस प्रार्थना में 7 महत्वपूर्ण विनतियां हैं। ഈ 7 വിഷയങ്ങളും വളരെ വളരെ ആഴമേറിയ രീതിയിൽ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. और इन्हीं 7 विषयों के बारे में बहुत गहराई से हमने पहले इसे सीखा। അതുകൊണ്ട് വീണ്ടും അത്രയും സമയം എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. और इसलिए दोबारा मैं उतना समय नहीं लेना चाहता। ഏതാണ്ട് ഒരു 20-22 മണിക്കൂർ നമ്മൾ ഇതിന്റെ വിഷയത്തിൽ പഠിച്ചതാണ്. लगभग 20-22 घंटे इस विषय के बारे में हमने सीखा था। സഹോദരങ്ങളെ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുകയാണ്, ഗുരു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചു. लूका का सुसमाचार 11वें अध्याय में हम देखते हैं जब प्रभु यीशु मसीह प्रार्थना करता है, उसके बाद में चेले यीशु के पास में आते हैं कि जैसे यूहन्ना ने अपने चेलों को प्रार्थना करना सिखाया है गुरु, वैसे ही हमें भी प्रार्थना करना सिखा। എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ കർത്താവിനോട് തങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചത്? चेले प्रभु से ये विनती क्यों करते हैं कि वो प्रार्थना करना उन्हें सिखाए? ശിഷ്യന്മാരെന്ന് പറയുന്നവർ യഹൂദന്മാരാണ്, ഇസ്രായേൽ പാരമ്പര്യപ്രകാരം വളർത്തപ്പെട്ടവരാണ്, അവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നന്നായിട്ട് അറിയാം. चेले यहूदी थे, इस्राएली परंपराओं के अनुसार पले बड़े थे, प्रार्थना करना अच्छी तरह से जानते थे वो लोग। അവരുടെ ചുറ്റിനും റബ്ബിമാര്, പരീശന്മാര്, അവരുടെ ഗുരുക്കന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരെ ചെറുപ്പം മുതൽ തന്നെ കണ്ടു വളർന്നവരുമാണ്. बचपन से ही उन्होंने अपने चारों ओर लोगों को, रब्बियों को, गुरुओं को प्रार्थना करते हुए देखा है, सुना है। ദൈവിക പ്രമാണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് അവര്. परमेश्वर की आज्ञाओं को बहुत महत्व देने वाले, उसका भय मानने वाले लोग थे वो। പിന്നെ എന്തുകൊണ്ടാണ് യേശു കർത്താവിനോട് തങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് അവർ അപേക്ഷിച്ചത്? तो फिर वो लोग प्रभु यीशु से ये विनती क्यों करते हैं कि वो उन्हें प्रार्थना करना सिखाए?
കാരണം അതിനൊരു പ്രത്യേക വിഷയമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ തങ്ങളുടെ ഗുരുക്കന്മാരോ തങ്ങളുടെ റബ്ബിമാരോ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല യേശു പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടത്. उसका एक कारण था कि उन्होंने जो अपने रब्बियों और गुरुओं को प्रार्थना करते हुए देखा था, यीशु वैसे प्रार्थना नहीं करता था। അവരുടെ ഗുരുക്കന്മാരും അവരുടെ റബ്ബിമാരും പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദൂരെ എവിടെയോ ഇരിക്കുന്ന ദൈവത്തോട് ഇവിടെ താഴെ നിന്നുകൊണ്ട് അവർ അകലം പാലിച്ച് ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്. उन्होंने अपने गुरुओं को, अपने रब्बियों को या घर में अपने माता पिता को प्रार्थना करते हुए देखा और सुना था। उस समय उनको लगता था कि वो किसी दूर बैठे हुए परमेश्वर से यहाँ धरती पर एक बड़े डर के साथ में थरथराते हुए प्रार्थना करते हुए वो महसूस करते हैं। എന്നാൽ യേശു ക്രിസ്തുവിലേക്ക്, യേശു കർത്താവിങ്കിലേക്ക് നോക്കിയപ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നില്ല. पर जब उन्होंने प्रभु यीशु की प्रार्थना को देखा, प्रभु की प्रार्थना ऐसी नहीं थी। കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു സ്ട്രെസ് ഇല്ല. വളരെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് വളരെ വളരെ ക്ലോസ് ആയിരിക്കുന്ന ഒരു സംഭാഷണത്തിന്റെ രീതിയിലാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടത്. प्रभु की प्रार्थना में कोई दबाव या तनाव नहीं था। उनको लगता है एक ऐसे बहुत ही करीबी, एक नजदीकी व्यक्ति के साथ में बैठकर वो बड़े आराम से बात कर रहा है, ऐसी प्रार्थना करते हुए उन्होंने प्रभु को देखा। ഒരു വലിയ വ്യക്തിപരമായ ബന്ധം യേശു കർത്താവും ദൈവവുമായിട്ട് അവർ കണ്ടു. एक व्यक्तिगत रिश्ता प्रभु यीशु और परमेश्वर के बीच चेलों ने देखा। അത് മാത്രമല്ല, യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് അവർ കണ്ടു. और इतना ही नहीं, यीशु मसीह की प्रार्थना करते समय उसके आसपास बहुत कुछ होते हुए भी उन्होंने देखा। തങ്ങൾ ബഹുമാനിച്ചിരുന്ന ഗുരുക്കന്മാരും റബ്ബിമാരും എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ അവരുടെ മുമ്പിൽ ഒന്നും സംഭവിച്ചവർ കണ്ടിട്ടില്ല. जिन गुरुओं और रब्बियों का वो आदर करते थे, कितने सालों से वो प्रार्थना करते आ रहे हैं, पर उनके आसपास कुछ होते हुए उन्होंने कभी नहीं देखा। എന്നാൽ യേശു കർത്താവിന്റെ പ്രാർത്ഥനയിൽ പലതും സംഭവിക്കുന്നു. മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു ക്രിസ്തുവിൽ അവർ കണ്ടത്. पर प्रभु यीशु मसीह की प्रार्थना में बहुत कुछ होता है, और सिर्फ इतना ही नहीं, दूसरों की जिंदगी से कुछ अलग एक खास जिंदगी उन्होंने यीशु में देखी। അതുകൊണ്ടാണ് അവർ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞത്, കർത്താവെ, നീ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളെയും ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങൾക്കും ഈ ഒരു പുതിയ ജീവിത രീതി ആവശ്യമുണ്ട്. इसीलिए वो आकर यीशु से कहते हैं कि यीशु, जैसे तू प्रार्थना करता वैसे ही हमें भी प्रार्थना करना सिखा, और ऐसी जीवन शैली हमें भी चाहिए। ഞങ്ങൾ ഇന്ന് വരെ അറിഞ്ഞ ഒരു ദൈവത്തെ പോലല്ല, നീ അറിഞ്ഞ ഒരു ദൈവത്തെ, നീ അറിഞ്ഞ ഒരു പിതാവിനെ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ രീതി ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. अब तक जिस परमेश्वर को जानते थे वो नहीं, पर जिस परमेश्वर को तू जानता है, जिस पिता को तू जानता है, उस परमेश्वर को जानकर प्रार्थना करना हमें सिखा। സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. അങ്ങ് അകലെ ഇരിക്കുന്ന ലോകം മുഴുവനും ഭയപ്പെടുന്ന വലിയവനായ ഒരു ദൈവത്തെ അല്ല, പിന്നെയോ അതേ ദൈവം തന്നെ പരിശുദ്ധ പിതാവായി എൻ്റെ അടുക്കൽ, നിങ്ങളുടെ അടുക്കൽ നാം ഇരിക്കുന്നിടത്തായിരിക്കുന്ന രീതിയിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? भाइयों और बहनों, मेरा आपसे एक सवाल कि वो परमेश्वर जो बहुत दूर है, सारी दुनिया जिससे डरती है, उस परमेश्वर के रूप में नहीं, बल्कि वही परमेश्वर वो आप जहां हैं, जिस हालात में वहां पर एक प्रेमी पिता के रूप में आपके पास में आए, क्या ऐसा एक नजदीकी रिश्ता आप चाहते हैं? ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ഇവിടെ നിന്റെ അടുക്കിലേക്ക് നിന്റെ സാഹചര്യം, നീ എവിടെ ഇരുന്നാലും, വാഹനത്തിലിരുന്നാലും, ഭവനത്തിനകത്തിരുന്നാലും, വെളിയിലിരുന്നാലും, കഷ്ടതയിലായാലും ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവവുമായി ഒരു ബന്ധം നീ ഇന്നത്തെ രാത്രി ആഗ്രഹിക്കുന്നുണ്ടോ? सारी दुनिया के लोग जब उन जगहों की यात्राएं करते हैं जहां पे वो कहते हैं कि ईश्वर है, पर वो परमेश्वर जो आप जिस हालात में, चाहे आप घर में हो, कमरे में हैं, गाड़ी में हैं, जिस किसी हालात में हैं, जहां कहीं भी आप हैं, या सुख में हैं या दुख में हैं, कष्टों में हैं या मुसीबत में हैं या खुशी के समय में भी है, क्या आप चाहते हैं कि वो परमेश्वर पिता के रूप में आपके पास में आए, और क्या उसके साथ में करीबी रिश्ता आप चाहते हैं? അങ്ങനെയെങ്കിൽ ഇന്നത്തെ രാത്രി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ബാക്കി ഭാഗവും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. अगर ऐसा है तो प्रभु द्वारा सिखाई गई प्रार्थना का बाकी हिस्सा भी आज बड़े ध्यान से सुनिएगा। കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് 10ാമത്തെ വാക്യത്തിലാണ്. पिछले हफ्ते हमने 10वें वचन को देखकर हमने रोका था। അവിടെ ഇങ്ങനെ നമ്മൾ വായിച്ചു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 10वें वचन में हमने पढ़ा, तेरा राज्य आए, तेरी इच्छा जैसे स्वर्ग में पूरी होती है वैसे पृथ्वी पर भी हो।
ഞാൻ പറഞ്ഞതുപോലെ 7 പ്രധാനപ്പെട്ട സപ്ലിക്കേഷൻസ് ആണ് ഈ പ്രാർത്ഥനയ്ക്കകത്തുള്ളത്. 7 പെറ്റീഷൻസ് ആണുള്ളത്. मैंने बताया कि इसमें 7 मुख्य विनतियां इस प्रार्थना में दी गई हैं। ആദ്യത്തെ 3 പെറ്റീഷൻ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ദൈവമഹത്വത്തിനു വേണ്ടിയുള്ള ഒരു 3 പെറ്റീഷൻസ് ആണ്. पहली जो 3 विनतियां हैं वो परमेश्वर से जुड़ी है, परमेश्वर की महिमा के बारे में है वो विनतियां। കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇവണ്ണം പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കണം. प्रभु कहता है जब तुम प्रार्थना करो तो इस तरीके से किया करो या इस रीति से किया करो। അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പ്, നമ്മുടെ സാഹചര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നാം കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ ആരാധിക്കണം. അതാണ് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. तो परमेश्वर की उपस्थिति में जब हम प्रार्थना के लिए आते हैं तो अपनी परिस्थितियों के बारे में बताने से पहले, अपनी जरूरतों को बताने से पहले प्रभु हमें ये सिखा रहा है कि हमें उसकी महिमा करनी है, उसके नाम को ऊंचा उठाना है। 9-10 വാക്യങ്ങൾ 9-10 വാക്യങ്ങൾ കേട്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതെല്ലാം കർത്താവിന്റെ നാമത്തെയും പിതാവിന്റെ മഹത്വത്തെയും സംബന്ധിച്ചിട്ടുള്ള സ്തുതികളാണ്. 9 और 10वां वचन, हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए, तेरा राज्य आए, तेरी इच्छा जैसे स्वर्ग में पूरी होती है वैसे ही पृथ्वी पर भी हो। ये पिता की महिमा और उसके नाम की पवित्रता के बारे में, उसकी बड़ाई के बारे में दिए गए वचन है, विनतियां हैं। ഇതിൽ ഓരോ വാക്യങ്ങളിലും വളരെ ആഴമേറിയ ആത്മീക അർത്ഥങ്ങളുണ്ട്, വലിയ അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ പോയി പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുക. इन एक एक वचनों में बहुत ही गहरे आत्मिक अर्थ है, बहुत गहरी बातें, और मेरी विनती है कि आप YouTube पर जाकर उसके बारे में आप सीख सकते हैं। ഇവിടെ എഴുതിയിരിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. यहाँ पर लिखा है तेरा राज्य आए, तेरी इच्छा जैसे स्वर्ग में पूरी होती है वैसे पृथ्वी पर भी हो। കഴിഞ്ഞ ആഴ്ച കേട്ടു, കർത്താവിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കർത്താവിന്റെ ഗവൺമെന്റ്, അവിടുത്തെ ആധിപത്യം എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, ഞാൻ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. पिछले हफ्ते हमने सुना कि प्रभु के राज्य के आने का मतलब क्या है, कि मेरी जिंदगी में, मेरे परिवार में, मेरे सारे हालातों में परमेश्वर की सरकार, उसका प्रभुत्व, उसका अधिकार आने पाए। സകല പ്രപഞ്ചത്തിലും ദൈവത്തിന്റെ ആധിപത്യം ഉള്ളതുപോലെ സ്വർഗാദി സ്വർഗങ്ങളിൽ കർത്താവ് സകലത്തിന്റെയും അധികാരിയായി വാഴുന്നത് പോലെ എന്റെ കർത്താവും എന്റെ ദൈവവുമായി എന്റെ ജീവിതത്തെയും അവിടുന്ന് വാഴണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. सारे ब्रह्मांड पर जैसे परमेश्वर का प्रभुत्व है, जैसे सबसे ऊंचे स्वर्ग में प्रभु का प्रभुत्व है, वैसे ही हम ये प्रार्थना करते हैं कि प्रभु तू मेरी जिंदगी में राज कर, मेरी जिंदगी में प्रभुत्व कर। അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ ഒരേ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ, അത് കർത്താവിന്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ അവിടെ. और तेरी इच्छा जैसे स्वर्ग में पूरी होती है वैसे पृथ्वी पर हो, उसका मतलब ये है कि स्वर्ग में सिर्फ एक ही इच्छा है और वो प्रभु की इच्छा है। അസംഖ്യ കോടി ദൂതന്മാർ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് സ്വർഗത്തിൽ വസിക്കുന്നത്. अनगिनत स्वर्गदूत प्रभु की इच्छा के अनुसार स्वर्ग में उसकी आराधना करते हैं। ആ ഇഷ്ടം ഭൂമിയിലാകണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകണമെന്ന്. वो इच्छा पृथ्वी पर पूरी होने के लिए जब हम प्रार्थना कर रहे हैं तो हम ये कह रहे हैं कि प्रभु हमारी नहीं, आपकी इच्छा यहाँ पूरी होने पाए। തന്റെ മരണത്തെ തൊട്ട് മുമ്പിൽ കാണുമ്പോൾ അതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പിൽ യേശു കർത്താവ് ഗെഥസമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് എന്തെന്നറിയാമോ? എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കട്ടെ എന്ന്. अपनी मौत से कुछ घंटे पहले गतसमनी के बाग में प्रभु यीशु ने क्या प्रार्थना की कि वे पिता मेरी नहीं तेरी इच्छा पूरी होने पाए। സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം അതാണ്. ഇനി എന്റെ ജീവിതത്തിൽ എന്റെ വഴികളല്ല കർത്താവേ, എന്റെ വഴികളിലൂടെ ഞാൻ നടന്ന് എന്റെ ജീവിതം ഞാൻ തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ഇനി എന്റെ വഴികളല്ല, അങ്ങ് എനിക്ക് കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് നമ്മൾ അതുവഴി പ്രാർത്ഥിക്കുന്നത്. मेरे भाइयों और बहनों, प्रभु हमें ये सिखा रहा है कि हम प्रभु से कहेंगे प्रभु अब से मेरा रास्ता नहीं, मेरे रास्ते पर चलते चलते मैं टूट चुका हूं, मैं तबाह हो चुका हूं, पर अब से आप जो रास्ता मुझे दिखाने वाले हैं उन रास्तों पर चलने में मेरी मदद कर। എന്റെ ജീവിതം എന്റെ സ്വന്തമാണെന്ന് കരുതി എന്റെ ജീവിതത്തിൽ പല പദ്ധതികളും ഞാൻ ചിന്തിച്ചു, പലതും ആഗ്രഹിച്ചു, പലതും ചെയ്യുവാനായിട്ട് പ്രവർത്തിച്ചു. പക്ഷെ അതൊക്കെയും ജീവിതത്തിൽ നിരാശയിലും നഷ്ടത്തിലുമായിട്ട് അത് അവസാനിച്ചു. അതുകൊണ്ട് കർത്താവേ, ഇനി അങ്ങന്റെ കരത്തിൽ പിടിച്ച് എന്നെ മുന്നോട്ട് നടത്തണമേ എന്നാണ് ആ വാക്കുകളിലൂടെ നാം പ്രാർത്ഥിക്കുന്നത്.
मेरी जिंदगी पर मेरा हक है, ये समझते हुए पिछले दिनों में मैंने बहुत कुछ सोचा, मैंने बहुत कुछ किया, बहुत कुछ कोशिशें की, पर उन सब का अंत सिर्फ निराशा में, सिर्फ कष्टों में, मुसीबतों में हुआ प्रभु। इसलिए अब ये जो वचन है हमें ये बता रहे हैं कि प्रभु अब से तू मेरा हाथ पकड़कर मुझे चला। ഈ പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ അതെങ്ങനെയാണ് ഉത്തരം ലഭിക്കുന്നതെന്ന് അറിയാമോ? അവിടുന്ന് തന്റെ പരിശുദ്ധാത്മാവിനാലും തന്റെ തിരുവചനത്താലും നമ്മളെ മുന്നോട്ടുള്ള വഴികളിൽ നയിക്കും. इस प्रार्थना का अगर उत्तर हमें मिलता है, वो उत्तर कैसे मिलता है? अगर उत्तर मिलता है वो पवित्र आत्मा के द्वारा और अपने वचन के द्वारा वो हमें चलाता है, हमारी अगुवाई करता है। വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ കർത്താവ് നടത്തിപ്പ് കൊടുക്കുന്നത് എങ്ങനെയെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവ് പറയും ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന്, കർത്താവ് പറയും ചില കാര്യങ്ങൾ ചെയ്യുവാൻ. विश्वास से और सच्चाई से जो इस प्रार्थना को करता है उसकी अगुवाई प्रभु कैसे करता है? वो हमारे दिल में बताता है कुछ बातों के बारे में कि उन्हें करना है और कुछ को करने से वो मना करता है। പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് കർത്താവിന്റെ ഹിതമാണോ ഇത് കർത്താവിന്റെ ഇഷ്ടമാണോ എന്ന് തിരിച്ചറിയുന്നത്? कई बार कई लोग सवाल करते हैं कि मुझे कैसे पता चले कि ये प्रभु की इच्छा है या नहीं है। അങ്ങനെയുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത് ഇത് മാത്രമാണ്: ആത്മാർത്ഥതയോടെ നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ചില വഴികളിലൂടെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വഴി അടഞ്ഞു പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് ദൈവത്തിന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവൻ ആ വഴി അടച്ചതെന്ന്. उन लोगों से मुझे सिर्फ इतना कहना है कि अगर हम मन से, दिल से ये प्रार्थना करते हैं कि प्रभु मेरी नहीं तेरी इच्छा मेरी जिंदगी में पूरी हो, और उसके बाद जब हम बाहर निकलते हैं कुछ रास्ते अगर हमारे सामने बंद होते हैं, तो हमें ये समझना है कि उन रास्तों पर जाना, उन द्वारों में से आगे बढ़ना वो प्रभु की इच्छा नहीं है। പലപ്പോഴും നമ്മൾ ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയാണ് ഉണ്ടാകുക. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്നുള്ളതാണ്. कई बार हम जब प्रार्थना करते हैं हमें उत्तर नहीं मिलता तो हमें निराशा होती है, पर हमने यहाँ प्रार्थना क्या की है कि प्रभु मेरी नहीं तेरी इच्छा पूरी हो। അപ്പോൾ അതിന്റെ ഉത്തരമായിരിക്കും പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ കർത്താവ് വാതിലുകൾ അടയ്ക്കുന്നത്. കാരണം കർത്താവിന് അറിയാം നമ്മൾ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നാളുകളിൽ ആപത്തായി അനർത്ഥമായി ദൈവത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ളത് കൊണ്ടാണ് അത് പലതും കർത്താവ് നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത്. तो इसी प्रार्थना के फल स्वरूप हो सकता है प्रभु हमारे सामने कुछ दरवाजे बंद करे, क्योंकि उसको पता है कि अगर उस रास्ते पर हम आगे जाएंगे हमारी जिंदगी में विपत्तियां आएंगी, परेशानियां आएंगी, हो सकता है हम परमेश्वर से दूर भी चले जाएं। उन बातों को जानते हुए परमेश्वर कुछ दरवाजे हमारी जिंदगी में बंद करता है। എന്നാൽ ചില വഴികൾ കർത്താവ് തുറക്കുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം കർത്താവ് നടത്തുന്ന വഴികളാണ്. और हम पूरा विश्वास कर सकते हैं कि कुछ रास्ते जो परमेश्वर खोलता है उन पर हमें चलाता है, तो हम भरोसा कर सकते हैं कि ये परमेश्वर द्वारा खोले गए रास्ते हैं। അതുകൊണ്ട് സഹോദര സഹോദരി, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ നമ്മുടെ വിഷയങ്ങൾ, അത് എന്ത് വിഷയങ്ങളും ആയിക്കൊള്ളട്ടെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഇഷ്ടമല്ല കർത്താവെ, അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സഭയുടെയും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവിടുത്തെ ഇഷ്ടം ഞങ്ങൾ നിവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ്. इसलिए भाई और बहनों, चाहे आपका विषय छोटा हो या बड़ा हो, उसे प्रभु के हाथों में सौंपते हुए ये प्रार्थना करें कि प्रभु मेरी नहीं आपकी इच्छा पूरी होने पाए, मेरे परिवार, मेरे लिए, मेरे परिवार के लिए, हमारी कलीसिया के लिए प्रभु, उसमें आपकी भलाई प्रकट होने के लिए, आशीषों के लिए और आपकी महिमा के लिए परमेश्वर आप अपने मार्गों पर हमें चलाएं। 12ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 12वां वचन हम पढ़ेंगे। അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. 11ാമത്തെ വാക്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. 11वां वचन, हमारी दिन भर की रोटी आज हमें दे। അതും കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ പറയുന്നത് ഇന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന്. इसके बारे में पिछले हफ्ते हमने सुना, वहां लिखा है कि आज की जो रोटी है वो हमें दे। നമ്മുടെ എല്ലാവരുടെയും ഫ്രിഡ്ജുകളിൽ, നമ്മുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ കയ്യിൽ കാണും. हम सबके घरों में, फ्रिज में, रसोई में अगर देखेंगे तो अगले 2 हफ्ते तक का खाना जरूर मिलेगा वहां। അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ എന്ന്. और वो फ्रिज में रखने के बाद हम आज दुआ कर रहे हैं कि आज की दिन भर की रोटी हमें दे। സഹോദരന്മാരെ, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ കൺസേൺ, നമ്മുടേതായിട്ടുള്ള ചിന്തകൾ നാളെ കുറിച്ചാകരുത്, ഇന്നത്തേക്കാകണം. भाइयों, यहाँ पे मुख्य बात क्या है कि हमारी चिंता आने वाले कल के बारे में नहीं होनी चाहिए, सिर्फ आज के बारे में हमें देखना है।
മറ്റൊരു വിഷയം കൂടെ അതിനകത്തുണ്ട്. ആ പ്രാർത്ഥന ഒന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കിക്കേ. എനിക്കുള്ള ആഹാരം തരണമേ എന്നല്ല, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ എന്ന്. और इसमें एक और बात है, उस प्रार्थना को लाइन को ध्यान से देखिएगा, वहां ये नहीं लिखा है कि मेरी दिन भर की, पर वहां लिखा है हमारी दिन भर की रोटी हमें दे। അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്റെ ഫ്രിഡ്ജിൽ 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം എനിക്ക് വെച്ചുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണമേ, ഞങ്ങൾ എന്നുള്ള വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആഹാരം ഭക്ഷിക്കുമ്പോൾ ആഹാരമില്ലാത്ത എന്റെ സഹോദരങ്ങൾ എന്റെ ചുറ്റുപാടുമുണ്ട്, അവരെ കുറിച്ച് കൂടെ ചിന്തിക്കുവാനുള്ള ഒരു ബോധ്യമാണ് ഈ വചനത്തിലൂടെ എനിക്ക് തരുന്നത്. तो आप सोच कर देखिए कि 2 हफ्ते का भोजन फ्रिज में रखने के बाद मैं ये प्रार्थना कर रहा हूं, तो हमें उस शब्द पे ध्यान देना है कि वो मेरी नहीं, हमारी प्रार्थना। हमारे चारों ओर ऐसे कई लोग भाई बहन हैं जिनके पास भोजन नहीं है, तो उनके बारे में भी जब हम ये प्रार्थना करते हैं तो हमें सोचना है कि उनके पास भी भोजन पहुंचे। നമ്മളിൽ പലരും പറയും, എൻ്റെ മക്കൾക്കും എൻ്റെ തലമുറകൾക്ക് 4 തലമുറകൾക്കുള്ളതൊക്കെ ഞാൻ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓർക്കണമേ സഹോദര സഹോദരി, അതേ സ്ഥാനത്ത് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാത്തവർ ഒരുപക്ഷെ നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകാം, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാകാം. അവരെ കുറിച്ച് കൂടെ ഓർക്കണമെന്നാണ് കർത്താവ് ഈ വാക്യത്തിൽ നമുക്ക് ഓർമ്മ തരുന്നത്. हम में से कुछ लोग ये कहते हैं कि मैंने अपने बाल बच्चों के लिए 4 पीढ़ियों तक का सारा इंतजाम कर रखा है। जब हम ऐसा कहते हैं भाई और बहनों, तो हमें सोचना है कि ऐसे बहुत सारे लोग हमारे चारों ओर आसपास या हमारी कलीसिया में भी हो सकते हैं जिनके पास में उस दिन के लिए भी कुछ नहीं है। तो प्रभु इस वचन से हमें ये सिखा रहा है कि हमें उन लोगों को भी याद रखना है। സഹോദരങ്ങളെ, നാം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരെ കൂടെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. भाइयों, परमेश्वर का पवित्र आत्मा इन वचनों के द्वारा हमें ये याद दिलाता है कि हमें सिर्फ खुद के बारे में ही नहीं बल्कि दूसरों के बारे में भी सोचना है, याद रखना है। കാരണം കർത്താവ് ഇവിടെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. क्योंकि प्रभु यहाँ जो सिखाता है वो ये है कि हे हमारे पिता तू जो स्वर्ग में है। കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഒരു കൂട്ടമാണ്, ഒരു ജനമാണ്, ഒരു സഹോദരി സഹോദരന്മാർ ഒന്നിച്ചാണ് ഒരേ പിതാവിന്റെ മക്കളായി ഒരു കൂട്ടത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നാം ജീവിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടെ ജീവിക്കണം. प्रभु के सामने हम अकेले नहीं है, एक झुंड है, भाई बहन एक साथ मिलकर हम एक झुंड है, एक मंडली है। तो हमें अकेले खुद के लिए नहीं जीना है, दूसरों के लिए भी जीना है। മറ്റേത് മതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ വ്യക്തിക്കാണ് പ്രാധാന്യം. എന്നാൽ കർത്താവിന്റെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവസഭയ്ക്കാണ് പ്രാധാന്യം. കാരണം ദൈവസഭയാണ് കർത്താവിന്റെ ശരീരം. दूसरे किसी भी धर्म को आप देखें, वहां पर व्यक्ति मुख्य होता है, पर परमेश्वर की कलीसिया में जब हम आते हैं, मसीह में जब हम आते हैं, वहां पर देह प्रमुख है, क्योंकि देह परमेश्वर की है, मसीह की देह है, वो मुख्य है। നമ്മൾ ഓരോരുത്തരും അവയവങ്ങൾ മാത്രമാണ്. हम सब सिर्फ उस देह के अंग हैं। 12ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. हम 12वें वचन की ओर आएंगे। ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. जिस प्रकार हमने अपने अपराधियों को क्षमा किया है, वैसे ही तू भी हमारे अपराधों को क्षमा कर। സഹോദരന്മാരെ സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. भाई और बहनों, ये बहुत ही महत्वपूर्ण विषय है। നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. अगर हम चाहते हैं कि प्रभु हमारी प्रार्थना को सुने, तो उसके पीछे एक शर्त है। ദൈവസന്നിധിയിൽ വലിയ കടങ്ങൾ ബാക്കിയുള്ളവരാണ് നമ്മൾ ചെയ്ത പാപങ്ങൾ. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ദൈവസന്നിധി ചെയ്തിട്ടുള്ള പാപങ്ങൾ നമ്മുടെ കടമാണ്. परमेश्वर की उपस्थिति में हम बहुत बड़े कर्जदार हैं। जन्म से लेकर आज तक हमने जो कुछ भी पाप किए हैं वो प्रभु के सामने हमारे ऊपर कर्जा है। എന്താണ് കടമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് ലംഘിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടമാണ്. ये कर्जा या अपराध ये क्या है? हम जहां जहां जब जब परमेश्वर की आज्ञा को तोड़ते हैं, उसका उल्लंघन करते हैं, वो सब कर्जा या अपराध है। ദൈവം നോക്കരുതെന്ന് പറഞ്ഞിടത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ചിന്തിക്കരുതെന്ന് പറഞ്ഞിടത്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, പറയരുതെന്ന് പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേൾക്കരുതെന്ന് പറഞ്ഞിടത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ഓരോരോ പാപങ്ങളായി കടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. जो देखने से परमेश्वर ने मना किया उसे अगर हम देखते हैं, जो सुनने से परमेश्वर ने अगर मना किया उसे हम सुनते हैं, जो बोलने से परमेश्वर ने मना किया उसे अगर हम बोलते हैं, जो सोचने से परमेश्वर ने मना किया उसको अगर हम सोचते हैं, तो वो एक एक करके हमारे अपराधों को बढ़ाता जाता है, हमारा कर्जा बढ़ाता जाता है। അത് കൂടാതെ തന്നെ നമ്മൾ ആദാമ്യ പാപത്തിലാണ് ജനിച്ചത് പോലും. और सिर्फ उतना ही नहीं, हमारा तो जन्म ही आदम के पाप में हुआ है।
അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നാം സുബോധത്തോടെ സെൻസിബിൾ ആയിട്ട് ചിന്തിച്ചാൽ ദൈവസന്നിധിയിലുള്ള നമ്മുടെ കടം എത്ര എത്ര വലുതാണ്. तो आप सोच कर देखिए, अगर आप अपने होशो हवास में सोचेंगे तो उस परमेश्वर के सामने हमारा कर्जा या अपराध कितना बड़ा होगा। അപ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കർത്താവിനോട് വന്ന് പറയുകയാണ്, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. तो हम परमेश्वर की उपस्थिति में आकर ये प्रार्थना कर रहे हैं कि प्रभु हमारे कर्जों को माफ कर या फिर हमारे अपराधों को माफ कर। പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്തെന്നറിയാമോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. और प्रभु द्वारा बताई गई शर्त क्या है? वो ये है कि जैसे हम अपने अपराधियों को क्षमा करते हैं वैसे ही तू भी हमारे अपराधों को क्षमा कर। അപ്പൊ ദൈവസന്നിധിയിലുള്ള കടത്തെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. यानी परमेश्वर के सामने हमारे जो अपराध है या कर्ज है उसके बारे में हमने सुन लिया। അതുപോലെ തന്നെ നമ്മളിൽ പലരും മറ്റുള്ളവരോട് ചില കടം വെച്ചിട്ടുണ്ട്. കാരണം ചിലർ നമ്മളോട് ചെയ്തു എന്ന് പറഞ്ഞത് നമ്മൾ അവരോട് ക്ഷമിക്കാതിരിക്കുന്നത് ഒരു കടം ബാക്കി വെച്ചിരിക്കുക. उसी तरह से दूसरों के प्रति भी हम पर कर्जा है या अपराध है, यानी जो दूसरों ने किया उनको हमने अभी तक माफ नहीं किया है, वो हमारा अपराध या कर्जा अभी तक बना हुआ है। ചിലർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ചിലർ നമുക്കുള്ളത് പലതും എടുത്തിട്ടുണ്ടാകാം, ചിലർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, ക്ഷമിക്കുവാൻ കഴിയാത്ത പലതും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അത് നമ്മൾ ക്ഷമിക്കാതെ, അതിനെ റിലീസ് ചെയ്യാതെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊരു വലിയ കടമാണ്. हो सकता है कुछ लोगों ने हमें चोट पहुंचाई हो, हमारी बुराई की हो, हमारे 10 रुपए ले लिए हो, हमारा नुकसान किया हो या मारपीट हमसे की हो, कुछ ऐसा काम किया हो जिसे क्षमा नहीं किया जा सकता है, उन सबको हमने माफ नहीं किया है और वो अपराध, वो कर्जा अभी भी बना हुआ है। ആവശ്യമില്ലാത്തത് നമ്മളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാകാം, നമുക്ക് അവകാശപ്പെട്ടത് നമ്മൾ തട്ടിയെടുത്തിട്ടുണ്ടാകാം, നമ്മളിപ്പോ അനുഭവിക്കുന്ന കഷ്ടതയുടെ ഒക്കെയും ഉത്തരവാദിത്വം ചില വ്യക്തികളായിരിക്കാം. അങ്ങനെ വലിയൊരു കടം അവിടെ വെച്ചിരിക്കുക. ചിലർക്കെതിരെ, ചിലരെ കണ്ടൊന്ന് ചിരിക്കുവാൻ നമുക്ക് കഴിയാതെ, ചിലരോട് പകയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു കടമായിട്ട് അവിടെ വേറൊരു ഭാഗത്ത് നിൽക്കുക. हमारे बारे में उन्होंने बुरा भला बोला होगा, जो हमने नहीं सोचा किया, ऐसा उल्टा सीधा बहुत कुछ हमारे बारे में बोला होगा। हो सकता है हमारा बहुत बड़ा नुकसान उन्होंने किया होगा, या फिर आज की हमारी जो हालत है उसका कारण कुछ लोग हो सकते हैं। उन लोगों को हमने माफ नहीं किया है, उनको हमने आजाद नहीं किया, उनको आज भी हम पकड़े हुए हैं। वो हमारा अपराध, वो हमारा कर्जा एक अलग तरफ पड़ा है। നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ വന്ന് പിതാവിനോട് വന്ന് പറയുകയാണ്, ഞാൻ അങ്ങയോട് ചെയ്തിട്ടുള്ള കടങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, നീ കൊടുത്തു തീർക്കുവാനുള്ള കടമൊക്കെ നീ ഒന്ന് റിലീസ് ചെയ്തിട്ട് എന്റെ അടുക്കലേക്ക് വാ. और सर्वशक्तिमान परमेश्वर के पास आकर हम ये प्रार्थना करते हैं कि पिता हमारे अपराधों को, मेरे अपराधों को क्षमा कर। तब वो परमेश्वर हमसे कहता है, पहले तुझे जिनके अपराधों को माफ करना है, जिसके कर्जे को माफ करना है, उनको माफ करके, उनको आजाद करके फिर मेरे पास आ। അതിന്റെ അർത്ഥം നമ്മൾ തന്നെ നമ്മുടെ ബോൾ, വി ആർ കിക്കിംഗ് അവർ ബോൾ ഇൻ ടു ദ കോർട്ട് ഓഫ് ഗോഡ്, സേയിങ് ദാറ്റ് ഇഫ് വി ഡോണ്ട് ഫോർഗിവ് ദെൻ ഡോണ്ട് ഫോർഗിവ് us. इसका मतलब हम अपनी गेंद पिता के पाले में डालकर ये कह रहे हैं कि अगर हम माफ नहीं करते हैं तो तू भी हमें माफ मत कर। ഇത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പലരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ വരുന്നത്. इसीलिए बहुत बार हम में से कईयों के पाप माफ नहीं होते हैं। അതുകൊണ്ടാണ് പലപ്പോഴും അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നത്. इसीलिए बहुत बार आशीषें रुक जाती हैं, കാരണം നമ്മൾ കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങളോടും ക്ഷമിക്കണ്ടെന്ന്. क्योंकि हम प्रभु को ये छूट दे रहे हैं कि अगर हम माफ नहीं करते हैं तो तू भी माफ मत कर प्रभु। സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളിൽ പലരും കഴിഞ്ഞ നാളുകളിൽ അനേക കണ്ണുനീര് ദൈവസന്നിധിയിൽ ഒഴിച്ചിട്ടില്ലേ, ഉപവാസിച്ചിട്ടില്ലേ, പ്രാർത്ഥിച്ചിട്ടില്ലേ ചില വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി? भाई और बहनों, कुछ मामलों में छुटकारे के लिए पिछले दिनों में क्या आपने प्रभु के सामने आंसू नहीं बहाए? क्या आप रोए नहीं? क्या उपवास नहीं रखा? गिड़गिड़ाए नहीं आप? എന്തുകൊണ്ട് ഈ വിഷയം ഒന്ന് ചിന്തിച്ചുകൂടാ? ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് എനിക്ക് മറുപടി കിട്ടാത്തതിന്റെ കാരണം എന്റെ കുടുംബത്തിലുള്ള ചിലരോട്, എന്റെ ബന്ധുക്കളിൽ ചിലരോട്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ചിലരോട്, സഭയിൽ ചിലരോട് ഞാൻ ചില കാര്യങ്ങൾ ക്ഷമിക്കുവാൻ ബാക്കിയുള്ളത് കൊണ്ടല്ലേ? तो फिर आप इस तरीके से क्यों नहीं सोचते कि इतनी प्रार्थना के बावजूद अगर मुझे उत्तर नहीं मिल रहा है, छुटकारा नहीं मिल रहा है, तो क्या इसका कारण कहीं ये तो नहीं है कि मेरे परिवार में, मेरी कलीसिया में, मेरे काम की जगह पर, मेरी रिश्तेदारी में कुछ हैं लोग जिनको अभी मुझे माफ करना है, मैंने उनको माफ किया नहीं है?
ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ശുശ്രൂഷകളിൽ എന്തുകൊണ്ട് അനുഗ്രഹം വരുന്നില്ല? ശുശ്രൂഷകളിൽ എന്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല? സഭ എന്തുകൊണ്ട് വളരുന്നില്ല? ഒരു പക്ഷേ അതിന്റെ കാരണം കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും ആരോടെങ്കിലുമുള്ള ചില ഫ്രിക്ഷൻ ജീവിതത്തിൽ ഉണ്ടായി അവരോട് ക്ഷമിക്കുവാനോ അവരോട് നിരപ്പ് പ്രാപിക്കുവാനോ ഒരുപക്ഷെ നമുക്ക് കഴിയാതിരുന്നു. നമ്മളാണ് ശരി എന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആകുവാൻ കാരണമില്ലേ? परमेश्वर के दासों और दासियों, मैं आपसे पूछना चाहता हूँ, कली सेवकाई के अंदर आशीषें क्यों नहीं आ रही है? सेवकाई में बढ़ोतरी क्यों नहीं आ रही है? सेवकाई बढ़ क्यों नहीं रही है? फल फूल क्यों नहीं रही है? क्या इसका कारण कहीं ये तो नहीं है कि पिछले दिनों में दूसरे लोगों के साथ में कुछ जो अनबन हुई, जो गड़बड़ हुई, उस मामले में हम माफ नहीं कर पाए उनको? हमने सोचा कि हम अपनी जगह पर सही है, क्या ये उसका एक कारण नहीं हो सकता? ഇത്രയും നേരം കേട്ടതിന്റെ സാരം ഇത് മാത്രമാണ്. കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വന്നുകൊണ്ട് കർത്താവിനോട് പറയുവാൻ കഴിയുമോ? കർത്താവെ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്ക്, ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയോടും എനിക്കൊരു പകയും ഒരു വിദ്വേഷവും ഇല്ല എന്ന് പറയാൻ കഴിയുമോ? इतनी देर से जो बात हम सुन रहे हैं उसका सार सिर्फ इतना सा है कि क्या प्रभु के सामने पूरे हियाव के साथ आकर हम ये कह सकते हैं कि प्रभु मेरे दिल में देख, इस दुनिया में एक भी व्यक्ति के प्रति कोई बैर, कोई क्रोध, कोई नफरत मेरी जिंदगी में नहीं है? എന്റെ കുടുംബത്തിലുള്ളവരോടില്ല, എന്റെ ജ്യേഷ്ഠ അനുജന്മാരോടില്ല, എന്റെ ഭവനത്തിലുള്ളവരോടില്ല, ബന്ധുക്കളോടില്ല, എന്റെ സഭയിൽ ആരോടുമില്ല. എനിക്ക് ഈ ലോകത്തിൽ വിശ്വാസികളായിക്കൊള്ളട്ടെ അവിശ്വാസികളായിക്കൊള്ളട്ടെ ആരോടും ഒരു പകയും വിദ്വേഷവുമില്ല. എനിക്ക് ആരെ കണ്ടാലും അവരോട് ചിരിക്കുവാൻ കഴിയും, ആരെ കണ്ടാലും അവരോട് ഹാൻഡ് ഷേക്ക് ചെയ്യുവാൻ കഴിയും, ആരോടുകൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കുവാനും കഴിയും. എന്റെ ഹൃദയം മറ്റുള്ളവരുടെ മുമ്പിൽ സ്വസ്ഥമായി സ്വാതന്ത്ര്യമായി തുറന്നിരിക്കുന്നു എന്ന് പറയുവാൻ ആർക്ക് കഴിയും? मेरे परिवार के खिलाफ, परिवार के लोगों के खिलाफ, मेरी रिश्तेदारी में किसी के खिलाफ, मेरी कलीसिया के लोगों के खिलाफ, या फिर चाहे विश्वासी हो या अविश्वासी, इस दुनिया में किसी भी व्यक्ति के खिलाफ मेरे मन में ना कोई नफरत है, ना कोई बैर है, ना कोई क्रोध है। मैं किसी के साथ भी बैठ सकता हूँ, किसी को भी देखकर मुस्कुरा सकता हूँ, किसी से भी हाथ मिला सकता हूँ, किसी के भी साथ बैठकर मैं भोजन कर सकता हूँ। किसी भी व्यक्ति के खिलाफ मेरे मन में कुछ नहीं है। मेरा इस दुनिया में हर एक व्यक्ति के सामने स्पष्ट और खुला एक हृदय है। അങ്ങനെയുള്ള വ്യക്തിയുടെ ഹൃദയമാണ് ശുദ്ധ ഹൃദയം. ആ വ്യക്തി പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് കേൾക്കുന്നത്. अगर कोई ऐसे कह सकता है उस व्यक्ति का हृदय शुद्ध है, उसकी प्रार्थना को प्रभु सुनता है। അത് മാനുഷികമായ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അങ്ങനെ സംഭവിക്കത്തില്ല സഹോദരങ്ങളെ. पर ये भाइयों और बहनों, ये मानवीय बुद्धि से या मानवीय ताकत से ये काम नहीं हो सकता। ഈ സെർമൺ ഓൺ ദ മൗണ്ട്, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ വായിക്കുന്നതൊക്കെ മാനുഷികമായിട്ട് ഇമ്പോസിബിൾ ആണ്. पहाड़ी उपदेश में 5वां, 6वां, 7वां अध्याय, इसमें हम जो कुछ पढ़ते हैं उसे मानवीय तरीके से पूरा करना असंभव है। അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കൂടിയേ കഴിയൂ. उसके लिए पवित्र आत्मा की सामर्थ्य मिलना बहुत जरूरी है। അതിന് കൃപ നമ്മളോട് കൂടെ ഇരുന്നേ മതിയാകൂ. उसके लिए परमेश्वर का अनुग्रह जरूरी है। അപ്പോൾ ഇത് ഓരോ വാക്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഹൃദയം ഉരുകി പ്രാർത്ഥിക്കണം, കർത്താവേ, ഇങ്ങനായി തീരുവാന്റെ കൂടെ എനിക്ക് കൃപ തരണമേ. तो इसलिए जब एक एक वचनों को हम पढ़ते हैं तो हमें प्रभु से ये प्रार्थना करनी है कि प्रभु इस वचन के अनुसार बनने का अनुग्रह मुझे दे। ഞാൻ എത്രയോ രാത്രികളിൽ എത്രയോ വർഷങ്ങളായി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ് കുറച്ചെങ്കിലും കൃപ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. कितने ही वर्षों तक, कितनी ही रातों में प्रभु के सामने आंसू बहाने के द्वारा, प्रार्थना करने के द्वारा थोड़ा बहुत अनुग्रह मुझे मिला है। ക്ഷമിക്കുവാൻ പറ്റാത്ത ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ, ക്ഷമിക്കുവാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി ഈ വചനത്തിന്റെ മുമ്പാകെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക, കർത്താവേ, അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന്. अगर कोई ऐसा व्यक्ति है जिसको आप माफ नहीं कर पा रहे हैं, कोई ऐसी बात है जिस मामले में आप माफ नहीं कर पा रहे हैं, तो आज रात प्रभु के सामने रो रो कर गिड़गिड़ा कर प्रार्थना करें कि प्रभु उस व्यक्ति को या फिर उस मामले में माफ करने का अनुग्रह मुझे आज दे। പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല. दिक्कत क्या है? अगर मैं माफ नहीं करूंगा तो परमेश्वर मुझे माफ नहीं करेगा। മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പത്രോസ് വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഒരാൾ എന്നോട് പാപം ചെയ്താൽ അല്ലെങ്കിൽ ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണമെന്ന്. मत्ती 18वें अध्याय में पतरस आकर प्रभु से पूछता है कि प्रभु, यदि मेरा भाई मेरे खिलाफ अपराध करे या मुझे परेशान करे तो मैं कितनी बार उसको माफ करूं? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. वो पूछता है क्या 7 बार माफ करना काफी है? കർത്താവ് മറുപടി പറഞ്ഞു, 7 പ്രാവശ്യമല്ല, 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു.
प्रभु जवाब देता है 7 बार नहीं, 7 का 70 गुना तक करना है। 7 എന്ന് പറയുന്നത് 490 പ്രാവശ്യം, 7 490 പ്രാവശ്യം ഒരു ദിവസം ക്ഷമിക്കണമെന്ന്. 7 का 70 या वो एक दिन में 490 बार माफ करना है। നമ്മളിൽ എത്ര പേര് 490 പോകട്ടെ ഒരു പ്രാവശ്യം ക്ഷമിക്കുന്ന എത്ര പേര് നമ്മുടെ മധ്യത്തിലുണ്ട്? 490 छोड़ो, हम में से कितने लोग ऐसे हैं जो एक बार दिन में माफ करते हैं? അതാ ക്രിസ്തുവിൽ ഒരു വ്യക്തി വന്നാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാ സഹോദരങ്ങളെ. भाइयों और बहनों, जब वचन ये कहता है कि यदि कोई मसीह में है तो वो नई सृष्टि है, तो उसका मतलब यही है। നമ്മൾ ഇതുവരെ ജീവിച്ച് ചെയ്ത രീതിയല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ മറ്റൊരു വ്യക്തിയാക്കി അങ്ങ് മാറ്റുകയാണ്. आज तक हम जैसे जीते आए हैं वैसे नहीं, पवित्र आत्मा हमें बिल्कुल ही अलग एक व्यक्ति बना रहा है। ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ ഇതുവരെ ഒരു ദൈവ പൈതലിന്റെ അനുഗ്രഹത്തിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം. अगर ये बदलाव हमारी जिंदगी में अभी तक नहीं आए तो इसका मतलब ये है कि परमेश्वर की संतान होने का वो बदलाव, परमेश्वर का जन होने का वो बदलाव अभी तक मेरी जिंदगी में नहीं आया है। മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് ഈ 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്, ഒരു കഥ പറയുന്നുണ്ട്. मत्ती का सुसमाचार जो मैंने बताया 7 का 70 गुना यीशु बोलता है, वहां पर प्रभु उसके बाद में एक कहानी, एक दृष्टांत सुनाता है। ഒരു രാജാവ് കണക്ക് തീർക്കുന്ന സമയത്ത് തനിക്ക് വലിയൊരു കടം തരുവാനുള്ള ഒരു ദാസന്റെ കണക്ക് കണ്ടു. एक राजा जब हिसाब मांगता है तो एक दास उसको मिला जिस पर उसका बहुत बड़ा कर्जा था। മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 27 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം, 25 മുതലുള്ള വാക്യങ്ങൾ. मत्ती 18 का 25 से आगे आप पढ़ के देखें। അപ്പോൾ ഒരു വലിയ കടം കണ്ടു. കാരണം 10,000 താലന്ത് തനിക്ക് കടപ്പെട്ട ഒരു മനുഷ്യന്റെ കടം തന്റെ പുസ്തകത്തിൽ കണ്ടു. वहां पर उसने एक बड़े कर्जदार को देखा, यानी 10,000 तोड़े उस पर कर्जा था, ऐसे व्यक्ति को उसने देखा। 10,000 താലന്ത് എന്ന് പറഞ്ഞ ഒരു വലിയ കടമാണ്. എന്റെ ബൈബിളിന്റെ മാർജിനിൽ എഴുതിയിരിക്കുന്നത് $9.25 million, അതായത് 92 ലക്ഷം US. और मेरी बाइबल में मैंने लिख कर रखा है कि 92 लाख अमेरिकी डॉलर का कर्जा, उतनी रकम है वो। അത്രയും പണം അത് ഇന്ത്യൻ റുപ്പീസിലൊക്കെ ആക്കി കഴിഞ്ഞാൽ × 70 എന്ന് പറഞ്ഞാൽ അതെന്തും മാത്രം എത്ര കോടി എമൗണ്ട് ആണ്. അത്രയും കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം എത്ര പേർക്ക് കഴിയും? और भारत के रुपयों में अगर देखें तो 92 लाख गुना 70 आप कर दो, आजकल तो उससे भी ज्यादा है। कितने करोड़ों अरबों रुपए हैं और उसको चुकाना एक इंसान के बस की बात नहीं है। രാജാവ് പറഞ്ഞു അവനോട് നീ ഇത്രയും കടം എന്റെ തന്നു തീർക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിലാക്കുമെന്ന് പറഞ്ഞു. राजा कहता है तू अपना कर्जा चुका नहीं तो मैं तुझे बंदी गृह में डलवा दूंगा। നിന്നെ മാത്രമല്ല നിന്റെ ഭാര്യയും നിന്റെ മക്കളെയും എല്ലാം വിറ്റിട്ട് ഞാൻ കടം വസൂലാക്കുമെന്ന് പറഞ്ഞു. सिर्फ तुझे ही नहीं, तेरे बाल बच्चों को, पत्नी को भी बेचकर मैं अपना कर्जा वापस लूंगा। 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ ദാസൻ വീണ് നമസ്കരിച്ചു, യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തിന്നു തീർക്കാമെന്ന് പറഞ്ഞു. 26वें वचन में देखते हैं वो दास गिरकर उसे प्रणाम करता है और कहता है स्वामी धीरज धर, मैं सब कुछ भर दूंगा। പക്ഷെ ആശ്ചര്യം ഒന്ന് നോക്കിയാൽ ഇവൻ ഈ പറഞ്ഞു തന്നാലും രക്ഷപ്പെടാനുള്ള വഴി അവനെ കൊണ്ട് കൊടുത്തു തീർക്കാനൊന്നും പറ്റത്തില്ല. आप सोच कर देखिए कि उसने बोल तो दिया कि मैं भर दूंगा, पर वो भर नहीं सकता, वो सिर्फ बचने की जुगत लगा रहा है। രാജാവ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവനോട് കരുണ തോന്നിയിട്ട് അവനോട് പറഞ്ഞു, നീ ഒരു പൈസ പോലും തരണ്ട, നീ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. राजा इसे जानता है, इसको जानते हुए वो कहता है चल तुझे एक भी पैसा देने की जरूरत नहीं, तू जा अपने घर जा। അവൻ ഈ തിരിച്ച് സന്തോഷത്തോടെ പാട്ടും പാടി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് അന്യഭാഷയിൽ ആരാധിച്ചമ്മ മടങ്ങിപ്പോകുന്ന സമയത്ത് അവൻ വേറൊരാളെ കണ്ടു, തനിക്ക് വെറും 100 വെള്ളിക്കാശ് മാത്രം കടാൻ തരാനുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനെ. वो खुश होते हुए, गीत गाते हुए, अन्य भाषा बोलते हुए, प्रार्थना करते हुए, हालेलुया बोलते हुए जब बाहर जाता है तो एक दास को वो देखता है जिस पर 100 दिनार का उसका कर्जा था। ഈ 100 വെള്ളിക്കാശിന്റെ വില എത്രയാണെന്ന് എന്റെ മാർജിനിൽ എഴുതിയിരിക്കുന്നത് വെറും $15, $15. और 100 दिनार जो लिखा है वो मैंने अपनी बाइबल में लिखा है कि सिर्फ $15 है वो। അപ്പൊ ഒരു ഭാഗത്ത് നോക്കിയാൽ കോടികൾ എഴുതി തള്ളിയ കടം തനിക്ക് ക്ഷമിച്ച് കിട്ടിയത് കോടികളാണ്. तो एक तरफ आप देखिए कि एक तरफ तो करोड़ों का कर्जा उसका माफ हो गया, മറുവശത്ത് വേറൊരാൾ തനിക്ക് തരുവാനുള്ളത് വെറും $15. पर दूसरी तरफ दूसरा एक दास है जिससे इसको सिर्फ $15 लेने हैं। ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങോട്ട് പോയപ്പോൾ അവനെ പിടിച്ചിട്ട് എന്റെ കടം തന്നു തീർക്കുക എന്ന് പറഞ്ഞവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയെന്ന. और वहां पर लिखा है कि उसने उसका गिरेबान पकड़कर कहा कि तू मेरा कर्ज वापस चुका। 29-ാമത്തെ വാക്യത്തിൽ പറയുന്നവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു.
29वां वचन, उसका संगीदास गिरकर उससे विनती करने लगा, धीरज धर, मैं सब भर दूंगा। ഇവൻ രാജാവിനോട് പറഞ്ഞതുപോലെ അല്ല പറഞ്ഞത്. ഇവൻ ഈ പാവപ്പെട്ട മനുഷ്യൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞാൽ അവൻ തരും, കാരണം $15 ഉള്ളു, കൊടുത്തു തീർക്കാവുന്നതാ, അങ്ങനെ जैसे പറഞ്ഞു. इसने राजा से कहा था मैं भर दूंगा, वैसे नहीं था इस गरीब ने जो कहा, क्योंकि उसको पता है सिर्फ $15 ही है, मैं भर सकता हूं, मैं भर दूंगा। പക്ഷെ അവൻ അതിന് മനസ്സില്ലാതെ അവനെ പിടിച്ച് ജയിലിലാക്കി, പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് ജയിലിലാക്കി. पर उसका भी मन इसके अंदर नहीं था, वो पुलिस में शिकायत करता है, इसको बंदी गृह में डलवा देता है। ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ പെട്ടെന്ന് അത് പറഞ്ഞു നിർത്തുകയാണ്. मैं ज्यादा समझाने की बजाय जल्दी से इसको बताकर समाप्त करना चाहता हूँ। ഈ കണ്ടത് ഇതൊക്കെ നടന്നത് മറ്റുള്ളവർ കണ്ടിട്ട് അവർ രാജാവിനോട് ചെന്ന് പറഞ്ഞു, രാജാവേ, അങ്ങക്ക് അറിയാമോ, അങ്ങ് ക്ഷമിച്ചു കൊടുത്ത ആ മനുഷ്യനുണ്ടല്ലോ, അവൻ നന്ദിയില്ലാത്തവനാ. അവൻ പോയ വഴിക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ വെറും $15 വേണ്ടി ഉപദ്രവിച്ചിട്ട് അവനെ ജയിലിലാക്കി എന്ന് പറഞ്ഞു. दूसरे लोगों ने ये सब होते हुए देखा और राजा से जाकर कहा कि राजा, जिसका कर्जा आपने माफ किया था वो बिल्कुल भी धन्यवादी नहीं है, आभारी नहीं है, वो उसने एक गरीब को जिस पर सिर्फ $15 का कर्जा था उसको पकड़कर जेल में डलवा दिया है। 32 വാക്യം മുതൽ വായിക്കുന്നു, യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുക, ഞാൻ ആ കടമൊക്കെയും വിളച്ചു തന്നുവല്ലോ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. 32वां वचन, तब उसके स्वामी ने उसको बुलाकर उससे कहा, हे दुष्ट दास, तूने जो मुझसे विनती की तो मैंने तेरा वह पूरा कर्ज क्षमा कर दिया, इसलिए जैसे मैंने तुझ पर दया की वैसे ही क्या तुझे भी अपने संगी दास पर दया करना नहीं चाहिए था। 34 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 34वां वचन, और उसके स्वामी ने क्रोध में आकर उसे दंड देने वालों के हाथ में सौंप दिया कि जब तक वह सब कर्ज भर न दे तब तक उनके हाथ में रहे। സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവൻ എന്തിനും കടം കൊടുത്തു തീർക്കും? ജയിലിനകത്ത് അവൻ എങ്ങനെ കടം കൊടുത്തു തീർക്കും? അവന്റെ ജീവിതാവസാനം വരെയും അവൻ ജയിലിൽ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. भाइयों, मेरा एक सवाल कि वो जेल के अंदर बंद है, वो अपना कर्जा चुकाएगा कैसे? उसको जिंदगी भर जेल में रहकर सड़ना होगा। എല്ലാം ക്ഷമിച്ചു കിട്ടിയവനായിരുന്നു. എന്നാൽ സ്വന്തം സഹോദരനോട് നിസ്സാര കാര്യങ്ങൾക്ക് ക്ഷമിക്കുവാൻ അവൻ കഴിയാതെ വന്നപ്പോൾ എന്തൊക്കെ ക്ഷമിക്കപ്പെട്ടുവോ അത് മുഴുവനും തിരിച്ചവന് കടമായിട്ട് അവന്റെ മേൽ തന്നെ വന്നു. इसका सब कुछ माफ हो गया था, पर भाई की छोटी सी दिक्कत को माफ नहीं कर पाने के कारण, छोटा सा कर्जा माफ नहीं कर पाने के कारण जितना इसका माफ हुआ था वो फिर से इसके ऊपर कर्जे के रूप में आ गया। 35 വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. 35वें वचन में प्रभु यीशु इस तरह से कहकर समाप्त करता है कि इसी प्रकार यदि तुम में से हर एक अपने भाई को मन से क्षमा न करेगा तो मेरा पिता जो स्वर्ग में है तुमसे भी वैसा ही करेगा। മടങ്ങി നമ്മൾ ആദ്യം വായിച്ചു വന്ന ഭാഗത്തേക്ക് നോക്കിയേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. वापस उस छठे अध्याय की ओर आए जो हमने पढ़ा था कि जैसे हमने अपने अपराधियों को क्षमा किया है वैसे ही तू भी हमारे अपराधों को क्षमा कर। ഈ വചനത്തിന്റെ മുമ്പാകെ ഇന്നത്തെ രാത്രി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കറിയാം ആരോടൊക്കെ പക നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്, അതൊക്കെയും പൂർണ്ണമായി ക്ഷമിക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് കൃപയായി യാചിക്കുക. इस वचन को आज कोई अगर सुन रहा है तो आपको पता है कि किस किस के खिलाफ आपके मन में बैर है, तो आज रात को आप उनको पूरी तरह से माफ करने के लिए तैयार हों। രക്ഷ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രസംഗിക്കുന്നതിനകത്തെ ഒരു വിഷയം ഇതാണ്. उद्धार हमसे छिन सकता है, ये मैं जब प्रचार करता हूं तो उसका एक विषय ये है, കാരണം ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട്. क्योंकि मसीह में जब हम आते हैं प्रभु का लहू हमारे सारे अपराधों को, पापों को धोकर हमें शुद्ध करता है। നമ്മുടെ സകല പാപങ്ങളും ക്രിസ്തുവിൽ പിതാവ് നമ്മളോട് ക്ഷമിച്ചു. हमारे सारे पाप मसीह में पिता हमसे माफ कर देता है। ഇവിടെ രാജാവ് ആ മനുഷ്യന് സകലതും ക്ഷമിച്ചു കൊടുത്തതുപോലെ जैसे राजा इस दास के साथ सब कुछ माफ कर देता है, എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കണം, അവർ ചെയ്തത് എന്തായാലും നീ ക്ഷമിക്കണം, അതിന് കൃപ ഞാൻ തരാം, ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നാം ക്ഷമിച്ചില്ല എങ്കിൽ നമ്മളോട് ക്ഷമിച്ച കടങ്ങളൊക്കെയും ദൈവം നമുക്ക് ബാക്കിയിടും എന്നുള്ളതാണ് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. पर प्रभु जब हमसे ये कहता है कि तुम्हें अपने अपराधियों को क्षमा करना, उनका अपराध चाहे जैसा भी हो हमें क्षमा करना, और जब हम अपराध क्षमा नहीं करते हैं तो वो हमसे वैसा ही करेगा जैसा इस दास के साथ में किया गया। यही इस वचन में प्रभु हमें सिखाता है। ഇതാണ് നമ്മളെ ഈ വചനത്തിൽ നിന്നും കർത്താവ് പഠിപ്പിക്കുന്നത്.
और इस वचन के द्वारा प्रभु हमें यही सिखा रहा है। 13ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കാം, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. 13वां वचन, हमें परीक्षा में न ला परंतु बुराई से बचा। സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ പിന്നിൽ ശത്രു പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. भाइयों, जब हमारी जिंदगी में परेशानियां आती है, समस्याएं आती है, परीक्षाएं आती है, तो हमें याद रखना है कि उसके पीछे शत्रु दुश्मन काम कर रहा है। പാപം സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും. पाप के होने से पहले हम अभिलाषा में फंसते हैं। ടെംപ്റ്റേഷൻസ് ലീഡ് ടു സിൻ. അത് പ്രലോഭനങ്ങളാണ് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. परीक्षाएं हमें पाप की ओर ले जाती हैं। പ്രലോഭനം എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മുടെ ജഡത്തിൽ, നമ്മുടെ ജഡം എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടതാണ്. പ്രലോഭനങ്ങൾ പിശാച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജഡം അതിന് കീഴ്പ്പെട്ടിട്ട് ആ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നു. हमारा शरीर पाप के अधीन है। शैतान हमें ललचाने के लिए, लुभाने के लिए कुछ बातें हमारे सामने लाता है, परीक्षाएं लाता है, हमारा शरीर उसमें गिर जाता है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ജഡത്തിലിരിക്കുന്നത് കൊണ്ട്, ഞാൻ ജഡത്തിലിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ അതായതുകൊണ്ട്, അതുമല്ല മീഡിയകൾ അങ്ങനെ വരുന്നത് കൊണ്ട്, ഇതൊക്കെയും പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇതിൽ നിന്ന് ജയിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന്, അവന്റെ ഡീമൺസിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. अगर मेरे सुनने वाले भाइयों और बहनों, आप अगर परीक्षाओं में पढ़ रहे हैं तो सिर्फ आप नहीं हैं, आप शरीर में हैं, मैं शरीर में हूं। और हम जब शरीर में और हमारे आसपास के जो दृश्य ऐसे हैं या फिर मीडिया ऐसा है, उसके द्वारा शैतान हमें ललचाता है, परीक्षाओं में फंसाने की कोशिश करता है, तो प्रभु से हमें ये प्रार्थना करनी है कि प्रभु हमें परीक्षाओं से बचा के रख, हमें बुराई से या दुष्ट से बचा के रख। നമുക്ക് പലതും കാണാതെ കണ്ണടച്ചുകൊണ്ട് ഓടാൻ കഴിയും. बहुत कुछ ऐसा है जिसको हम देखे बिना आंख बंद करके दौड़ सकते हैं, പക്ഷെ എന്നാലും ഹൃദയത്തിന്റെ ഉള്ളിൽ ആ കാഴ്ച മാറാതെ നിലനിൽക്കും. पर फिर भी दिल के अंदर, मन के अंदर वो दृश्य हटता नहीं है। അത് നമ്മളെ ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഈ ജഡീക വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അത് നമുക്കെതിരെ നിൽക്കുന്ന നമ്മുടെ സ്വസ്ഥതയെ മാറ്റും. वो हमें परेशान करता रहता है। अंदर मन में जो तस्वीर बसी हुई है वो हमारे शरीर की भावनाओं को भड़काती है, वो हमें उत्तेजित करती है, वो हमारी शांति को, हमारे चैन को खत्म करती है। അതുകൊണ്ട് എന്താണ്, കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദുഷ്ടചിന്തകളെ എന്നിൽ നിന്ന് അങ്ങയുടെ രക്തത്താൽ കഴുകി മായ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇതൊക്കെ മറക്കുവാനുള്ള കൃപ തരണമേ. അത് മാത്രമല്ല, ഈ പ്രലോഭനങ്ങളെ ജയിപ്പാൻ, പിശാചിനെ ജയിക്കുവാനുള്ള ശക്തി ആത്മാവിന്റെ ശക്തിയാൽ എന്നിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. और इसलिए प्रभु से हमें ये प्रार्थना करनी है कि प्रभु इन इन जो यादें जो मेरे अंदर है, पवित्र आत्मा के द्वारा उनको भुलाने का अनुग्रह मुझे दे, इनसे बचने का अनुग्रह मुझे दे, और सिर्फ इतना ही नहीं, शैतान पर, इन परीक्षाओं पर जीतने का एक अनुग्रह मुझे दे। അടുത്ത 5 മിനിറ്റുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 5 मिनट में मैं वचन को रोकना चाहता हूँ। 13ാം അധ്യായത്തിന്റെ ശേഷഭാഗം, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. 13वें वचन का अगला हिस्सा, क्योंकि राज्य और पराक्रम और महिमा सदा तेरे ही हैं। എന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും മഹത്വത്തിന്റെ ഉറവിടമാണ് നമ്മുടെ കർത്താവ്. यानी इसका मतलब हर बात में महिमा का स्रोत हमारा प्रभु है। കർത്താവിന്റെ മുമ്പിൽ സർവവുമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, രാജ്യം അങ്ങയുടേതാണ്, മഹത്വം അങ്ങയുടേതാണ്, ഹല്ലേലൂയ, എല്ലാ ശക്തിയും അങ്ങയുടേത് മാത്രമാണ്. सब कुछ प्रभु के सामने समर्पित करते हुए वो कह रहा है कि राज्य और पराक्रम और महिमा सदा प्रभु तेरे ही हैं। 14-15 വാക്യങ്ങൾ എന്ന് പറയുന്നത് നാം 12ാമത്തെ വാക്യത്തിൽ പഠിച്ചത് വീണ്ടും ഇത്ര പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ആവർത്തിച്ചെഴുതിയിരിക്കുകയാണ്. 14वें और 15वें वचन में हमने जो 12वें वचन में सीखा है वो इतना महत्वपूर्ण है, इसलिए उसको 14वें और 15वें वचन में फिर से दोहराया गया है। 14ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. 14वें वचन में लिखा है, इसलिए यदि तुम मनुष्य के अपराध क्षमा करोगे तो तुम्हारा स्वर्गीय पिता भी तुम्हें क्षमा करेगा। 15ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാതിരുന്നാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. 15वें वचन में लिखा, और यदि तुम मनुष्यों के अपराध क्षमा न करोगे तो तुम्हारा पिता भी तुम्हारे अपराध क्षमा न करेगा। എത്ര പ്രധാനപ്പെട്ട വിഷയമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. तो ये दूसरों को माफ करना कितना महत्वपूर्ण विषय है। ഈ വചനത്തിന്റെ മുമ്പാകെ അതിനുള്ള കൃപയ്ക്കായി, അതിനുള്ള കർത്താവിന്റെ ദയയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. इस वचन के सामने प्रभु से हम विनती करें कि वो इसका अनुग्रह हमें दे, इसकी दया हम पर उंडेले।
സാധാരണ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നതിനെ വളരെ ആഴമേറിയ ചിന്തകളിലൂടെയാണ് ഞാൻ സാധാരണ കടന്നു പോകാറുള്ളത്. आमतौर पर बाइबल क्लास जब मैं लेता हूं तो बड़ी गहराई के वचनों में से होकर मैं गुजरता हूं। പക്ഷേ എന്നാൽ ഇത് രണ്ട് ക്ലാസ് കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയുടെ പഠനം നിർത്തി. पर इस बार 2 क्लास के साथ मैंने इस प्रार्थना के जो अध्ययन को रोक दिया है। കാരണം അതിന്റെ റിസോഴ്സസ് നമുക്കുള്ളത് കൊണ്ടാണ്, ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്, യൂട്യൂബിൽ അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. और वो सिर्फ इसलिए मैंने किया क्योंकि एक बार मैं उसको सिखा चुका हूं और उसे आप फिर से YouTube में देख सकते हैं, इसलिए मैंने इसको इस बार सिर्फ 2 क्लास में रोका है। അതുകൊണ്ട് സഹോദരങ്ങളെ, ലാഘവത്തോടെ ഈ ക്ലാസ് എടുക്കരുത്, പഠനം എടുക്കരുത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. इसलिए भाइयों और बहनों, इस अध्ययन को आप हल्के में न लें, तुच्छ न माने। प्रभु ने बहुत ही गंभीर बातों को हमें सिखाया, इसे गंभीरता से लें। നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാം. हम अपने सिरों को प्रभु के सामने झुकाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനോട് ചേർന്ന് വീണ്ടും ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ശ്രേഷ്ഠമേറിയ ദൈവവചന മർമ്മങ്ങളെ ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ, നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വചനം കർത്താവ് പ്രകാശിപ്പിക്കുമാറാകണമേ. അതിനെ തടയുവാൻ ശത്രുവിനെ അനുവദിക്കരുതേ എന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അടിയനോട് ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, കൊടുത്ത അധികം കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. ഇതൊക്കെയും ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങയുടെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. ഇതിനൊക്കെയും സ്വർഗത്തിൽ എത്ര വലിയ പ്രതിഫലമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ മാനിക്കണമേ. ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ സൂക്ഷിപ്പാനും സത്യത്തിൽ വഴി നടത്തുവാനും വേണ്ട കൃപ കൊടുക്കണമേ. മുന്നോട്ടുള്ള നാളുകളിൽ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ ശ്രേഷ്ഠമേറിയ ഉന്നതമായ ആത്മീക അനുഭവങ്ങളിൽ തന്നെ നിൽക്കുവാൻ, അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ കൃപയും അഭിഷേകവും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ ഹല്ലേലൂയ മുഖാന്തരമായി തീർന്ന സണ്ണിഭാസിനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷകളെയും മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഒക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേ. മറ്റു ദൈവദാസന്മാരൊക്കെയും ഈ ശുശ്രൂഷയിൽ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, പലപ്പോഴും മുഖാന്തരങ്ങളായിട്ടുണ്ടല്ലോ. അവരൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഒപ്പിച്ച അടിയനെയും മറ്റുമായും താഴ്ത്തി തരുന്നു. അങ്ങയുടെ ആയുധമായിരിക്കാൻ, അങ്ങയുടെ ആലോചന മറ്റുള്ളവരെ അറിയിപ്പാൻ അടിയനെയും അങ്ങ് തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമം മഹിമപ്പെടുത്തിക്കാട്ടെ. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട് आइए हम एक और बार प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु जी। धन्यवाद करते हैं प्रभु एक और अच्छे मौके के लिए प्रभु, जो इस जीवितों की जमीन पर परमेश्वर आपने हमें दिया, आपकी आराधना स्तुति करने का, आपके परमेश्वर जीवित वचन से सुनने का प्रभु आपने हमें एक और मौका दिया। हम आपका धन्यवाद करते हैं प्रभु जी। प्रार्थना करते हैं परमेश्वर ये वचन हमारी जिंदगी में काम करने पाए प्रभु। प्रभु हमारी जीवन शैली ऐसी बना प्रभु कि हम परमेश्वर माफ करने वाले बनने पाए प्रभु जी। आपके वचन के अनुसार परमेश्वर प्रभु शुद्ध मन के साथ में, शुद्ध विवेक के साथ में जीने वाले बनने पाए। उसका अनुग्रह प्रभु हमें दे, उसके लिए अपनी दया से हमें भर प्रभु, अपनी सामर्थ्य से हमें भर, पवित्र आत्मा के द्वारा हमारी अगुवाई कर प्रभु, सामर्थ्य दे प्रभु। हम प्रार्थना करते हैं परमेश्वर प्रभु, आज जितने लोग शामिल हुए उन सबके लिए हम आपका धन्यवाद करते हैं। उन पर परमेश्वर ये वचन एक बड़ी आशीष का, छुटकारे का कारण बनने पाए, एक आजादी का कारण बनने पाए प्रभु। परमेश्वर धन्यवाद करते हैं आपके दास के लिए प्रभु जी। एक और बार आपने उन्हें हमारे बीच में इस्तेमाल किया, उनकी सेवकाई को प्रभु हम आपके लिए हम धन्यवाद करते हैं प्रभु। बहुत आयस उन्हें आशीष दे, उनको परमेश्वर, उनके परिवार को, उनकी सेवकाई को, उनकी नौकरी को परमेश्वर हम आपके हाथों में देते हैं। अपनी महिमा के लिए उन्हें बहुत आयस से इस्तेमाल कर, अपने लहू के तले छिपा के रख और भी अपने गहरे प्रकाशनों से इन दिनों में भर प्रभु। बहुतों के लिए एक बड़ी आशीष का कारण बना प्रभु। धन्यवाद करते हैं आपके दास के साथ प्रभु, एक और मौका आपने हमें भी दिया प्रभु। धन्यवाद करता है परमेश्वर, सारी बातों के लिए धन्यवाद, आए हुए सब लोगों के लिए धन्यवाद, इस जूम के बीच काम करने वाले प्रभु आपके दासों के लिए, परिवारों के लिए धन्यवाद। उन सबको बहुत आयस से आशीष दे प्रभु। सारी बातों के लिए हम आपका धन्यवाद करते हैं प्रभु। सारा आदर, सारी महिमा पिता हम आपके नाम को समर्पित करते हैं। प्रार्थनाओं को सुना, उत्तर दिया, धन्यवाद प्रभु यीशु मसीह के नाम से मांगते हैं, आमीन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु मसीह के